എഴുതാനും വായിക്കാനും പഠിക്കണ്ട. എഴുതാനും വായിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് പഠിച്ചാൽ മതി. എഴുതാനും വായിക്കാനും പഠിക്കുക എന്ന് പറയുന്നത് വേറെ പ്രവൃത്തിയാണ്. അത് ഇതുമായിട്ട് ഈ ഭാഷാ പഠനവുമായി ഒരു ബന്ധവുമില്ല. ഗ്രാമറൊന്നും ഒരു ആവശ്യമില്ലാത്തതാണ്. മലയാള ഭാഷയുടെ ഗ്രാമർ തെറ്റില്ലാതെ ആൾക്കാർ പറയുന്നത് ഗ്രാമർ പഠിച്ചില്ല. അല്ല, അങ്ങനെയാകുമ്പോൾ ഇപ്പൊ ഭാഷയുടെ കാര്യം അങ്ങനെയാണെങ്കിൽ സയൻസ് പഠിപ്പിക്കേണ്ടത് അത് ആ പ്രായത്തിലുള്ള മേഖലയെ ഇങ്ങനെയല്ലേ ഈ കാണിക്കുന്ന ഒരു സാധനമാണ്. ഈ ക്ലാസ് റൂമിനകത്ത് ഇരുത്തുന്നതാണ് നിങ്ങൾ ആദ്യം ചെയ്യുന്ന ദ്രോഹം. ക്ലാസ്സിനകത്ത് എന്തിനാണ് ഈ കുട്ടികളെ ക്ലാസ് റൂമിൽ ഇരുത്തുന്നത്? പറഞ്ഞാൽ മതി. എന്തിനാണ് ക്ലാസ് റൂമിൽ ഇരുത്തുന്നത്? ഫാക്ടറിക്കകത്ത് ഓഫീസിനകത്ത് ഇരിക്കാനുള്ള പരിശീലനമായി കൊടുക്കുന്നത്. മണി അടിച്ചാൽ കയറാനും മണി അടിച്ചാൽ ഇറങ്ങാനും ഇതാണ് പഠിപ്പിക്കുന്നത്. അനങ്ങാതെ അടുത്ത് ഇരിക്കാനാണ്, എന്നാൽ ഓഫീസിൽ ഇരിക്കാനാണ് ഈ പഠിപ്പിക്കുന്നത്. ഓടി നടക്കേണ്ട കുട്ടികളെയാണ് ഈ മുറിക്കകത്ത് മുഴുവൻ പിടിച്ച് വെച്ചിരിക്കുന്നത്. അവരതിനകത്ത് രക്ഷപ്പെടുന്നതിനെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത്. വടിയും പിടിച്ച് മിണ്ടരുത് അനങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു ക്ലാസ്സിനകത്ത് കുട്ടികൾ ഇന്നിപ്പൊ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞാൽ ആഹ്ലാദത്തോടെ പുറത്തോട്ട് ഇറങ്ങുന്ന കുട്ടികളെ അല്ലാതെ ക്ലാസ് ഉണ്ട്, നമുക്ക് സാറ് പഠിപ്പിക്കുന്ന നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോവുക എന്ന് പറയുന്ന കുട്ടികളെ ഒന്ന് കാണിച്ചു തരാമെങ്കിൽ ഞാൻ കേസ് വിടാം. റേറസ്റ്റലുണ്ടാവും. പക്ഷെ എനിക്ക് തരാതെ ഇത് അങ്ങുണ്ടായ എക്സാം ആയിരുന്നു ശരിക്കും. അങ്ങുണ്ടായിരുന്ന എക്സാം ആയിരുന്നു ഇംഗ്ലണ്ടിൽ നടത്തിയിരുന്ന. ഞാൻ ഇംഗ്ലീഷുകാർക്ക് പകരം ഇന്ത്യക്കാരെ കൊണ്ട് ഇന്ത്യക്കാരെ ഭരിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ സിസ്റ്റത്തിനെയാണ് നിങ്ങൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞെടുക്കുന്നത്. അല്ല വേറെ ആ ഒരു സാധനം അതിനകത്തില്ല. ഇത് എന്താണ് സർക്കാർ ജോലി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഈ ആൾക്കാർ കയറുന്നത്. 90% പേരെ അവിടെ എടുക്കാനൊക്കത്തില്ല. എടുക്കാനൊക്കാത്തതുകൊണ്ട് അവരെല്ലാം വഴികളെ തോപ്പിക്കും. ഈ ഓൾ പ്രൊമോഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ 10ാം ക്ലാസ്സിൽ തോപ്പിക്കാൻ പറ്റുമെന്ന് അറിയുന്നതുകൊണ്ട് മാത്രമാണ്. വേറെ ഒന്നുമില്ല. തോറ്റവരെന്ത് ചെയ്യണമെന്നുള്ള കാര്യം എന്ത് പ്ലാനിങ്ങിലാവുള്ളത്? ജനങ്ങളുടെ വിദ്യാഭ്യാസമല്ലേ, അതങ്ങനെ തോപ്പിച്ചങ്ങ് വിടാൻ പറ്റുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലൊക്കെ കേസ് എടുക്കാത്ത എന്താണ്? കോമ്പൻസേഷൻ കേസ് എടുക്കാത്ത എന്താ? അധ്യാപകരുടെ പേരിലും കുട്ടിയെ ഏൽപ്പിച്ചല്ലേ? കുട്ടി പരീക്ഷയ്ക്ക് തോറ്റാൽ നിങ്ങളെ എന്താണ് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ ചികിത്സിച്ച് ശരിയായില്ലെന്ന് പറഞ്ഞാൽ ഡോക്ടർക്കെതിരെ കേസ് കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്കെതിരെ എന്താണ് കേസ് കൊടുക്കാത്തത്? നിങ്ങളുടെ പണി ചെയ്യുന്നത് തോട്ടല്ലേ? കുട്ടികൾ നോക്കുന്ന എങ്ങനെ? ഈ ഏരിയ നിങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ലെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്തോ ചെയ്തോണ്ടിരിക്കുന്നതാണ് എന്റെ ചോദ്യം. ഇത് കുട്ടികൾ എന്തിനാണ് ഈ ക്ലാസ് റൂമിൽ ഇരുത്തുന്നതെന്നാണ് എന്റെ ചോദ്യം. ഫാക്ടറിയാണിത്.